ഒരു പ്രളയമുണ്ടായല്ലോ നിലമ്പൂരിലല്ലേ? തലകുത്തി മറിഞ്ഞല്ലോ. നിങ്ങൾ കണ്ടതാണല്ലോ. സ്വരാജ് ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ? നിലമ്പൂർക്കാരന് പോത്തല്ലിൽ മുപ്പര പഞ്ചായത്തില, അദ്ദേഹത്തിന്റെ പഞ്ചായത്തില. ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാൻ പറ്റും, ഒറ്റ ഫോട്ടോയിൽ, ഒരു വീഡിയോയിൽ. ഇതായിരുന്നു PV അൻവർ ചോദിച്ച ചോദ്യം. പക്ഷെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മുൻ MLA അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞപ്പോൾ എന്താ പറയുക, അതിലെനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഒരു നിലവിട്ട് പറഞ്ഞപ്പോൾ ഓർമ്മക്കുറവുകൊണ്ടോ മറ്റോ പറ്റിപ്പോയായിരിക്കുന്നു. കാരണം ഞാൻ അദ്ദേഹത്തോട് പരിഭവിക്കുന്നില്ല, എനിക്കതിന് ഒരു മറുപടി പറയണമെന്നില്ല. കാരണം പ്രളയം ഉണ്ടായപ്പോൾ അദ്ദേഹം അങ്ങനെ പറയും, പ്രളയം ഉണ്ടായത് 2019 ഇവിടെ. കേരളത്തിൽ മൊത്തത്തിൽ 2018 നമ്മുടെ കവളപ്പാറ ദുരന്തം ഉണ്ടായത് 2019. കവളപ്പാറ ദുരന്തം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട്ടിലാണ്. ഞാൻ ദീർഘകാലം ജീവിച്ചത് ഈ കവളപ്പാറയുടെ 1-2 കിലോമീറ്റർ മാറി ഞെട്ടിക്കുളം, അവിടെയാണ് ഞാൻ ജീവിച്ചത്. ആ ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ ഞാൻ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലെ MLA ആയിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ സമയത്ത് അവിടെ തൃപ്പൂണിത്തുറയിൽ അത്തരത്തിലുള്ള കെടുതികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ വളരെ അനുകൂലമായ സാഹചര്യമായിരുന്നു അർത്ഥത്തിൽ. അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയും നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇവിടെ ആദ്യം എത്തിയത് ഞാനാണ്. ഇവിടെ അത് വളരെ സാഹസികമായിരുന്നു യാത്ര. മറ്റൊരവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ വളരെ സമയം വിശദീകരിക്കാവുന്ന അനുഭവങ്ങളുണ്ട്. ഇവിടെ ചന്തക്കുന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഒരാൾ പൊക്കത്തിൽ വെള്ളമാണ് റോഡിൽ. അവിടെ ഞാനൊരു തോണിയിലാണ് കരിമ്പുഴയിലേക്ക് പോകുന്നത്, വെളിയും തോടും. ഏതായാലും അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ അനുഭവങ്ങളാണ്. ഈ ദുരന്ത മേഖലയിൽ പല ദിവസങ്ങളിലും ഞാനും മുൻ MLAയും ഒരു കുടക്കീഴിലായിരുന്നു. ഒരു കുടക്കീഴിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. അദ്ദേഹം അത് നവമാധ്യമങ്ങളിൽ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഈ മേഖലയിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം മറന്നുപോയിരിക്കാനേ തരമുള്ളൂ. അപ്പോൾ മറവി നമുക്ക് പൊറുക്കാവുന്നതാണ്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ട് കണ്ടുവരാം. PV അൻവർ ചോദിച്ച ചോദ്യം മറക്കരുത്. ഒരു പോസ്റ്റ് കണ്ടിരുന്നോ, ഒരു ദൃശ്യമെങ്കിലും കണ്ടിരുന്നോ, ഒരു വീഡിയോ എങ്കിലും കണ്ടിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. 2019 ഓഗസ്റ്റ് മാസം 10-ാം തീയതി PV അൻവർ സ്വന്തം ഫേസ്ബുക്ക് പേജിലിട്ട പോസ്റ്റാണ്. 7000-ൽ പരം ആളുകളാണ് പോത്തുകല്ല് പഞ്ചായത്തിൽ മാത്രം പ്രളയ ദുരിതത്തിൽ നരകിക്കുന്നത്. ഇന്ന് പോത്തുകല്ലിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ജനങ്ങളെ ആശ്വസിപ്പിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ മിക്ക പ്രദേശങ്ങളെയും വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചു. എല്ലാ സഹായങ്ങളും നൽകി സർക്കാർ കൂടെയുണ്ട്. മുഖ്യമന്ത്രിയും ജില്ലയിലെ ചുമതലക്കാരനുമായ മന്ത്രി KT ജലീലും നിരന്തരം ഇവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. തൃപ്പൂണിത്തുറ MLAയും പോത്തുകല്ല് സ്വദേശിയുമായ പ്രിയപ്പെട്ട M സ്വരാജും ഞാനും സദാസമയവും നിലമ്പൂരിലെയും പോത്തുകല്ലിലെയും ജനങ്ങൾക്കൊപ്പമുണ്ട്. അതാ പോത്തുകല്ലിൽ തൃപ്പൂണിത്തുറ MLA ആയിരുന്ന M സ്വരാജ് ഒരു കുടയിലും ഒപ്പം തന്നെ PV അൻവർ മറ്റൊരു കുടയിലുമായിട്ട് പോകുന്ന ചിത്രം കൂടി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുടക്കീഴിൽ നിൽക്കുന്ന ചിത്രങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ 2019 ഓഗസ്റ്റ് മാസം 10-ാം തീയതി PV അൻവർ ഇട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്ന ഈ സ്വരാജും ആ സ്വരാജ് തന്നെയായിരിക്കും. നമുക്കിനി കുറച്ച് ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുവരാം. PV അൻവർ പറഞ്ഞതുപോലെ കവളപ്പാറയിൽ പോയിട്ടില്ലേ, ദൃശ്യങ്ങളുമുണ്ട്, അതുകൂടി കാണാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട ആ പോസ്റ്റിന്റെ സ്റ്റിൽസ് എടുത്തിരിക്കുന്ന വിഷ്വൽസ് ആണ്. അവിടെ PV അൻവറിന്റെ പ്രേക്ഷകർക്ക് കാണാം, ഒപ്പം തന്നെ M സ്വരാജിനെയും പ്രേക്ഷകർക്ക് കാണാം. രണ്ടുപേരും 2019 ഓഗസ്റ്റ് മാസം 9-ാം തീയതി 10-ാം തീയതിയുമായി കവളപ്പാറയിലെ ദുരിത പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വരാജ് പോലീസുകാരോട് സംസാരിക്കുന്നത് കാണാം. തൊട്ടടുത്ത് സ്വരാജിനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ച PV അൻവറിനെയും കാണാം. ഇനി ഇതാണ് ആ ദൃശ്യങ്ങൾ. PV അൻവർ ചോദിച്ചതിന് മറുപടിയായി 2019 ഓഗസ്റ്റ് 10-ാം തീയതി ഡോക്ടർ ഷിനാസ് ബാബു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോത്തുകല്ല് PHCയിൽ വെച്ച് നടന്ന അവലോകന യോഗത്തിൽ ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA ശ്രീ PV അൻവർ, അഡ്വക്കേറ്റ് M സ്വരാജ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ഇരിക്കുന്നത് PV അൻവർ, ഈ ഇരിക്കുന്നത് M സ്വരാജ്. അപ്പൊ പിന്നെ PV അൻവർ ഒരു പക്ഷേ മറന്നു പോകാനായിരിക്കും സാധ്യത.